ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പെസഹ വ്യാഴം ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കുന്ന ഒരു സമയമാണിത്. എല്ലാവർക്കും ആദ്യമായി തന്നെ യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനുണ്ടാക്കിയ പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 മണിക്കൂർ മുമ്പ് കുറച്ച് പച്ചരിയും ഉഴുന്നും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ അപ്പത്തിന് അരയ്ക്കാൻ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അരിയുടെ 1/3 ഭാഗമാണ് ഉഴുന്ന് എടുത്തിട്ടുള്ളത്. ഉഴുന്നും ഇതുപോലെ തന്നെ നന്നായി കഴുകി വേറൊരു പാത്രത്തിൽ വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിപ്പോൾ ഞാൻ 3 മണിക്കൂർ മുമ്പ് വെച്ചതാണ്. ഇപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ചെറിയുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂണ് ജീരകം, പിന്നെ 1 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നമുക്ക് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഞാൻ മിക്സിയിൽ ഈ അരി നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം അരി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്നും ഇപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അരയ്ക്കുമ്പോൾ നന്നായി അരഞ്ഞ് പേസ്റ്റ് ആവണ്ട. അപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് 3 മണിക്കൂറും കൂടെ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അധികം കുറേ നേരം നമുക്ക് വെക്കേണ്ട കാര്യമില്ല, കാരണം ഇത് പുളിച്ചു പോകും. പെസഹ വ്യാഴാഴ്ച നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം നമ്മളിത് വെച്ച് പുളിപ്പിച്ച് കളയരുത് കേട്ടോ. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അതായത് ദോശമാവിനൊക്കെ നമ്മൾ അരയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് 3 മണിക്കൂറിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പെസഹ അപ്പം മുക്കി കഴിക്കുന്നതിനുള്ള പാൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2-2.25 കട്ട ഇതുപോലെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കറുത്ത ശർക്കര കിട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ പാലിന് ഇത്തിരിയും കൂടി ഒരു ഡാർക്ക് കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തിട്ട് നമുക്കിത് വേറൊരു പാനിലോട്ട് ഒന്ന് അരിച്ചൊഴിക്കണം. ഞാനിതിവിടെ വേറൊരു പാൻ ഇവിടെ ഗ്യാസ് സ്റ്റൗമ്മ വെച്ച് അതിലേക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാല് കുറുക്കുന്നതിന് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. നമ്മളിവിടെ നൂലപ്പത്തിനും പാലപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3/4 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2.5 കപ്പ് 2-ാം പാലുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് 1 തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അരിപ്പൊടിയിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും പിന്നെ 1.5 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഏലക്കായ പൊടിച്ചത് 1.5 ടീസ്പൂൺ എടുത്തത് പഞ്ചസാരയും ചേർത്ത് നേരത്തെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതാണ് 1.5 ടീസ്പൂൺ എടുക്കുന്നത്. ഏലക്കായ തന്നെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ 3-4 ഏലക്കായ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഈ പൊടികളൊക്കെ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലിൽ നിന്ന് കുറച്ചൊഴിച്ചൊന്ന് കട്ടകളില്ലാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഡയറക്റ്റ് നമ്മൾ ഈ മുഴുവൻ തേങ്ങാപ്പാലിലേക്കോ അല്ലെങ്കിൽ ശർക്കര പാനിയിലേക്കോ ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ കട്ടകളായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ കുറച്ചൊഴിച്ചിട്ട് കലക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് ഈ കലക്കിയെടുത്ത അരിപ്പൊടി ശർക്കര പാനിയിലോട്ട് ഒഴിച്ച് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലും കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളൊരു കയ്യിൽ കൊണ്ട് ഇടവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകാനും അടിയെ പിടിക്കാനും ചാൻസ് ഉണ്ട്.
പിന്നെ നമുക്ക് ഇത് എത്ര തിക്നെസ്സിൽ ആവശ്യമാണ് എന്നതിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇത്തിരി ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ 5-6 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാവുന്നതാണ്. നമ്മളിത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 20 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുത്തത് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ചേർക്കണം. 1-ാം പാല് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കരുത്. നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇറക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ അപ്പത്തിനായി കലക്കി വെച്ചിരിക്കുന്നത് 3 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് സ്റ്റീലിൻ്റെ തട്ടൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിനായി അരച്ച് വെച്ചിരിക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, ഇത്തിരിയും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മാവ് അതിലേക്ക് കോരി ഒഴിക്കാം. ഒരു പാത്രത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രം മാവ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് കനത്തിൽ വരും അത്. അപ്പോൾ ഞാനിവിടെ പാത്രത്തിൻ്റെ പകുതിയിൽ താഴെ മാവ് ഒഴിച്ചിട്ട് ഇത് വേവാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാനിവിടെ പെസഹായുടെ അന്നാണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതുമേ നമുക്ക് ലാസ്റ്റ് ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോല ഒന്ന് മുറിച്ച് ഇതുപോലെ കുരിശ് പോലെ ഒന്ന് വെക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ വെള്ളിയാഴ്ചയായിരുന്നു ഓശാന കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നത്, അതുകൊണ്ട് ഇത്രയും ദിവസമായപ്പോഴേക്കും എൻ്റെ ഓലയൊക്കെ ഒത്തിരി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിൽ ഞാനിപ്പോൾ മാവ് കോരി ഒഴിച്ച് കുരുത്തോല വെച്ചതിന് ശേഷം ഈ പാത്രം ഒരു സ്റ്റീലിൻ്റെ തട്ട് കൊണ്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് 10-25 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വെന്ത് പുറത്തെടുക്കുമ്പോഴത്തേനും ഈ അപ്പം ഒരു ഷേപ്പ്ലെസ്സായി മാറും. അതിൽ ആവി വെള്ളമൊക്കെ വീണിട്ട് ആകെ ഷേപ്പ്ലെസ്സായി പോവും. അത് കാരണം ഞാനതൊന്ന് സ്റ്റീലിൻ്റെ തട്ട് വെച്ചിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി ഒരു 25 മിനിറ്റ് ഇതുപോലെ ആവിയിൽ വേവാനായിട്ട് വെക്കാം. 25 മിനിറ്റിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് ചൂടാറിയതിന് ശേഷം കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ അളവ് അരിയിൽ നിന്നും എനിക്ക് ഇതുപോലെ 4 അപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ പെസഹായ്ക്കുള്ള പാലും അപ്പവും റെഡിയായി. അതിനുശേഷം ഞങ്ങൾ പെസഹാപ്പം മുറിക്കുകയും പാല് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആരാധനയും എല്ലാം കൂടി പെസഹ അങ്ങനെ ഭംഗിയായി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു.